കാര്യങ്ങളാണ് സാറേ. പോലീസിനൊന്നും ഒരു പേടിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇറ്റ്സ് മീ അൻഷു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് സംഭവമാണ്. ഒരു സംഭവം ആലോചിച്ചാൽ ഒരു വിഷമം, മറ്റേത് ആലോചിച്ചാൽ ഒരു സന്തോഷം വരുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് പോവാണ്. അപ്പോൾ ഈ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ മാവൂർ കുളിമല ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോയാണ്ട് നമ്മൾ പുൽപ്പറമ്പ് വെസ്റ്റ് അത് തന്നെ പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ജന്മനാടാണ് കേട്ടോ പുൽപ്പറമ്പ്. കൂടെ പോണ വെസ്റ്റ് ജനങ്ങളൊരു സ്ഥലം നമ്മളെ ജന്മനാടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇതിന് വന്നായിരുന്നു ടേസ്. ഇനി ഏതായാലും നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നമ്മളെ കൊമ്പം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ടേസ് നമ്മളെ വണ്ടി. പക്ഷേ ഇത് നമുക്ക് പണ്ടേ ഉള്ള ഒരു ബിസിനസ്സായിരുന്നു കേട്ടോ ഗൈസ്, ഈ അൻഷു. അപ്പം പണ്ട് ഇതൊക്കെ വന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്തോ നോക്കാം. നമ്മൾ ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടായിട്ടുണ്ടായിരുന്നു. ഈ കൊറോണ വരുന്നതിന് മുൻപേ നമുക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ പയ്യത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നേന് കേട്ടോ. പിന്നെ നമ്മൾ വിറ്റോയതാണ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ പേര് ബീസ്റ്റ് എന്നായിരുന്നു. പിന്നെ നമ്മൾ നറോട്ടോ നാക്കിന്ന്. അപ്പം നറോട്ടോ മാറ്റി ബീസ്റ്റ് ആക്കണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അന്ന് നമ്മളെ കയ്യിൽ എത്ര Z1 എത്രയും കണക്കിലായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളെ കയ്യിൽ ഒരു വണ്ടി വെച്ചാൽ ഒരു വണ്ടി പോലും ഇല്ല ഗൈസ്. അന്ന് നമ്മളെ ഫസ്റ്റ് വണ്ടിയായിരുന്നു ക്യാപ്റ്റൻ Z1. ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഒക്കെ വിറ്റ് പോകേണ്ടി വന്നല്ലോ ഗൈസ്. പക്ഷെ നമ്മൾ ഇറക്കൂട്ടോ ക്യാപ്റ്റൻ, നമ്മൾ ഇറക്കന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ചേസിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൊടുത്തിന്. അപ്പം ബോഡി സെച്ചർ കയറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് വണ്ടിമേൽ. അപ്പോൾ സെച്ചർ കയറ്റി കഴിഞ്ഞ് ബോഡിയൊക്കെ കയറ്റി നമ്മളെ കോൾ ചെയ്യുന്നതാണ്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്താണല്ല ഗൈസ്, നമ്മൾ ബോഡി എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ, പെയിൻറ്റ് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പം അവിടെ പോയി വണ്ടി റിവീൽ ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പം വണ്ടി ഏത് ബോഡിയാണെന്ന് ചോദിച്ചാൽ അത് സർപ്രൈസാണ് ഗൈസ്, അവിടെ എത്തിയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മളെ മിനി ബസ് നമ്മൾ പണിയാണ്. വേറെ എന്തല്ല, നമ്മളെ മിനി ബസ് Z1 ഇനി അത് നമ്മൾ പണി താണ്ടി നേരെ ഒരു ഓജസ് കിറ്റാണ് കേട്ടോ നമ്മൾ കയറ്റാൻ പോണേ. അപ്പോൾ കയറ്റാൻ പോകുമ്പോഴാണ് നമ്മൾ ആലോചിച്ചത് അസ്ത്ര കയറ്റണോ ക്യാപ്പിലെ കയറ്റണോ. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. മിക്കവാറും നമ്മളെ ക്യാപ്പിലേക്കോ കയറ്റിയ, കാരണം ഒരു അവസ്ഥ മിക്കവാറും നമ്മളതിൽ വരാൻ സാധ്യത ഉണ്ട് ഗൈസ്. അപ്പം നമ്മളാ മറ്റേ വണ്ടി വരാൻ പറ്റില്ല ഗൈസ്. അപ്പം സർപ്രൈസാണ് മറ്റേ വണ്ടി. അപ്പം അത് ക്ലൂ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രകാശം ഇറങ്ങി പോണ ഒരു വണ്ടി അല്ല കേട്ടോ ഗൈസ്, നമ്മൾ പണി തീർക്കാൻ പോണേ. അതാണ് ക്ലൂ. ഏറ്റവും കൂടുതൽ കുറവാണ് ആ ബസ്, ആ ബോഡി കിറ്റിൽ കുറവാണ് പ്രകാശം ഇറങ്ങി പോകണം. അപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ആ ബോഡിക്ക്. പൈസ അല്ല കേട്ടോ, കാരണം എല്ലാവർക്കും മറ്റേ ബോഡിനോടാണ് കൂടുതൽ ഇഷ്ടം. അത് നമ്മൾ ഇറക്കൂട്ടോ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പം മറ്റേതാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് മിക്കവാറും ക്യാപ്പിലാവാനാ സാധ്യതയുള്ളത്. അപ്പോൾ ഏതാ നമ്മളിവിടെ ഒന്നത് എന്തെന്ന് ചോദിച്ചാൽ വേറെ എന്തിനല്ല ഗൈസ്, നമ്മളെ ഫാമിലിനെ കൂട്ടി നമ്മളെ വെസ്റ്റേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും വരട്ടെ, അപ്പോൾ നമുക്കിവിടെ പോവാം. അപ്പോൾ ഗൈസ് നമ്മളെ രാത്രിയിൽ LED വർക്കിൽ നമ്മൾ ഈ ബസ് കാണാത്തവരുണ്ട് എന്ന് കണ്ടോളി. അതാണ് കേട്ടോ ഗൈസ് നമ്മളെ ഈ ഒരു വണ്ടിന്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി കാരണം കിട്ടില്ല ലുക്കാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി വിൽക്കാതെ വാങ്ങിയത്. പിന്നെ ഈ വണ്ടി അത്ര ഡിമാൻഡ് അപ്പം ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്, നമുക്ക് എല്ലാം ഇറക്കാം. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഔട്ട് ലുക്ക്. നമ്മളെ സൈഡിൽ ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്താണ്. നമ്മൾ ആദ്യം തന്നെ വണ്ടിക്ക് ഈ വർക്ക് ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇതിപ്പം തന്നെ നമ്മൾ ചെയ്തിറക്കിയാണ്. അപ്പം നമ്മൾ ഈ ഒരു നെറോട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ ബസ്. അപ്പോൾ ഈ ബസ്സിനാണ് നമ്മൾ പോണതെന്ന് ചോദിച്ചാൽ അത് തന്നെ ബസ്സിലാണ് പോണേ. പിന്നെ ചെറിയ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, അതായത് കാര്യമാക്കിയിരിക്കണ്ട ഗൈസ്. ഒരു ചെറിയ ട്രിപ്പിൽ പോയി വന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് നമ്മളെ വെസ്റ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഷെഡൊക്കെ ഫിക്സ് ആയിരുന്നു. ഷെഡിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ വീടൊക്കെ നമ്മൾ ഫിക്സ് ആയ വീട് തന്നെയാണ്, ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്.
അത് മാത്രമല്ല നമുക്ക് ചെറിയൊരു വീടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമ്മളിത് ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒപ്പം നമ്മളെവിടെയാണെന്ന് ചോദിച്ചാൽ കുളിമാടാണ്. അപ്പോൾ അത്യാവശ്യം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുക്കൊരു ഇത് വന്നാണ് ഞങ്ങൾ ഇന്ത്യയിൽ കുളിമാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാപ്പിയാണ് ഗൈസ്. നമ്മൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം രാത്രി ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ നോക്കണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും കാലം കോഴിക്കോട് ആ ഭാഗത്തായിരുന്നു കേട്ടോ ഗൈസ്. കോഴിക്കോട് പോകുന്ന ഏരിയയിലായിരുന്നു. മാവൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരമുള്ള ഏരിയയാണ് കേട്ടോ ഗൈസ്. ഇവിടുന്ന് അത്യാവശ്യമല്ല, മാവൂരിൽ നിന്ന് കോഴിക്കോടേക്കാണ് ഗൈസ് ദൂരം എന്ന് ചോദിച്ചാൽ അത്രക്കും ദൂരമാണ് ഇവിടുന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ എല്ലാ പെടാനാണ് കേട്ടോ ഗൈസ്. പെടാം ടച്ച് വിടുകയാണ്, സിഗ്നലോ നമുക്ക് പ്രശ്നമല്ല. അപ്പം നമ്മൾ പറപ്പിക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഉറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലവരും ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം പിന്നെ ഒരു ചെറിയ സർപ്രൈസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, ഞാൻ അപ്പോൾ പറയാം. അപ്പം അടുത്ത ദിവസമായിരിക്കും നമ്മളെ മിനി ബസ് ലോഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അസ്ത്രയാണോ കാപ്പിലയിൽ പണിയണോ. മിക്കവാറും കാപ്പിലായിരിക്കും ഗൈസ്. അത് കാരണം അസ്ത്ര ലാസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം മിക്കവാറും അസ്ത്ര പറഞ്ഞ് ഞാൻ ലോഞ്ച് ചെയ്യും. അത് മിക്കവാറും ഒരു ചേസ് എടുത്ത് ഞാൻ ലോഞ്ച് ചെയ്യും ഗൈസ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ്, രാവിലെ ആകുമ്പോൾ കാണാം. ദുനിയാവില് പലതുണ്ടിപ്പോ പറയണ കടലാസില് നേരാ കണക്കിന് കായി വരും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് ഗൈസ് നമ്മളെ വീട് ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഗൈസ്, ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് നൈസായിട്ട് ഇങ്ങോട്ട് ഇട്ടേക്കാം. എന്നിട്ട് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. രാവിലെ ആവണം. ഇപ്പം നൈറ്റാണ്. അപ്പോൾ വീട്ടിൽ പോയി ഒന്ന് കടന്ന് ഉറങ്ങാനുണ്ട് ഗൈസ്. ഡോറും തുറന്ന് എടുക്കട്ടെ, ഒരു ഇറങ്ങിയാട്ടെ. വണ്ടി നമ്മളവിടെ എടുക്കുന്നുണ്ട് മോനെ. നൈറ്റിൽ ഈ വണ്ടി കാണാനുള്ള ലുക്ക്, ഇപ്പോൾ നല്ല പാതി രാത്രിയിൽ അവനെ കാണാനുള്ളൊരു ലുക്ക് ഗൈസ്. അങ്ങനെ നമ്മളെ ഈ ഒരു ഏരിയയിൽ ഒരേ ഒരു സെഡോൺ ചൈനീസ് നെറോട്ടോ വാങ്ങിയേക്കാണ് കേട്ടോ ഗൈസ്. കാരണം നമ്മളെ വെസ്റ്റ് ഏരിയയിൽ ഇപ്പം ഫുള്ള് ന്യൂ മോഡൽ സെഡോണാണ് ഉള്ളത്. അങ്ങനെ ചൈനീസ് എല്ലാം ഉള്ള സെഡോണൊന്നും ഇല്ലായിരുന്നു. കേരളത്തിന് തന്നെ കുറവാണ് ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നെറോട്ടോ സ്ഥാനം വാങ്ങിയേക്കാണ് ഗൈസ്. അപ്പം നമ്മളൊരു ചെറിയ ചൈനീസ് ലാമ്പാണ്. അപ്പം നമ്മളെ വീട് ഇതാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും കണ്ടോളി. അപ്പോൾ ഒരു ചെറിയ വീടാണ് ഗൈസ്. കാരണം നമുക്ക് ഈ പഞ്ചം ഒരു ഫീൽ കിട്ടുന്നതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ വീട് വാങ്ങിയത്. അപ്പോൾ വണ്ടി ഇവിടെ എങ്ങനെ കയറ്റി നിർത്താൻ കഴിയുമോ നോക്കണം ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി നാളെ ചിലപ്പോൾ വാഷിങ്ങിന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, വണ്ടീൻ്റെ ഫുള്ള് പൊടിയാണ് ഗൈസ്. അപ്പം മിക്കവാറും അതിന് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി എല്ലാം റിവേഴ്സ് എടുത്താണ്ട് നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് കയറ്റിയിടണം ഗൈസ്. വീട്ടിലേക്ക് കയറ്റാൻ കഴിയൂല. ഇത്രയും ഫസ്റ്റായിട്ട് നമ്മളൊരു ബസ് വീട്ടിൽ വരുമാനിട്ട് ഉള്ളിലേക്ക് ഇട്ടാൽ ഒരു സുഖമല്ല ഗൈസ്. അപ്പം അങ്ങനെ എല്ലാ വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ നൈസായിട്ടൊക്കെ വീട്ടിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം അങ്ങോട്ട് കയറ്റിയിട്ടെ. അങ്ങനെ നമ്മളെ വണ്ടി വീട്ടിലിരിക്കുകയാണ്. ഇനി മെല്ലെ വണ്ടി ഓഫാക്കിയിട്ടേക്കാം. ഓഫാക്കിയിട്ടുണ്ട്. ഇതാണ് ടയേഴ്സ് വണ്ടീൻ്റെ ലുക്ക്. രാത്രിയിൽ ലൈറ്റൊക്കെ വേറെ ലെവലാണ്. ലൈറ്റ് ഇട്ടാലേ കാണുള്ളൂ. അപ്പം ഉള്ളിലൊക്കെ പൊടി പോയിട്ടുണ്ട് ഗൈസ്. ബാക്കൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. വണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒക്കെ ഇനി കാണാം, രാവിലെ ആയിട്ട് കാണാം ഗൈസ്. മിക്കവാറും നമ്മളെ BMR പണി എന്തായിന്ന് ചോദിക്കുന്നവർക്ക് ഒരു കമൻറ്റ് ഉണ്ട് ഗൈസ്. നമ്മളെ BMR ഇനി പണിയാൻ ഷെട്ടിക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കിട്ടും. മിക്കവാറും ഇന്ന് BMR ഇവിടെ കിടക്കും ഗൈസ്.
എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഫ്രണ്ട് വർക്കിന് പോയാണ് ഗൈസ്. പിന്നെ ചെറിയൊരു സൈഡിന് ഇങ്ങനെ ഈ ഒരു സൈഡില്ല ഗൈസ്, അപ്പം ഇവിടെ ഒരു ചെറിയൊരു റെഡ് ഫിനിഷ് കൊടുക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ 2 സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി അങ്ങനെ പണിത് സൈഡ് കണ്ടോ ഗൈസ്, ഒരു ചെറിയ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കും പിന്നെ നമ്മൾ അഡീഷണൽ നെയിം മാറ്റിയിട്ടുണ്ട്, സോണിക് എന്നാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ കേസ് ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് കാണിച്ച വർക്കൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേസ്. നമ്മൾ പറഞ്ഞ സൈഡിൽ ഒരു ചെറിയൊരു റെഡ് ഹെഡ് ലാമ്പിൻ്റെ ഒരു വർക്കാണ് കേട്ടോ കേസ്, ചെറിയൊരു റെഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിൻ്റെ അടിയിലൊക്കെ ഒന്ന് കാണാം, ചെറിയൊരു LED സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേസ്. നമുക്ക് വണ്ടി ഒന്ന് റിവ്യൂസ് എടുക്കണം, കാരണം പുറത്തിറങ്ങാൻ കഴിയില്ല കേസ്. വണ്ടി ഒന്ന് റിവ്യൂസ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് വിടട്ടെ. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സെറ്റ് നമ്മളെ സ്പണാക്കിങ്ങിൻ്റെ ആ ഒരു സംഭവം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേസ്. വെറുതെ നമ്മൾ ഒരു വണ്ടീൻ്റെ കോപ്പിന്ന് കേൾക്കണ്ടല്ലോ കേസ്, അതുകൊണ്ടാണ് കേസ്. പിന്നെ നമ്മൾ ഒരു സംഭവം മാത്രം പൊക്കില്ല, അത് വണ്ടിക്ക് ഒരു വെച്ചാൽ ലുക്കാണ് കേസ്, അതുകൊണ്ടാണ് പോക്കാനേ. പിന്നെ ഇവിടെയൊക്കെ അലോവിലൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കിന്ന് നമുക്ക് നമ്മൾ വൈറ്റ് ആക്കാൻ സാധ്യത ഉണ്ട് ഗൈസ്. അപ്പം പിന്നെ ഇവിടെ ഒരു സോണിക്കിൻ്റെ ഒരു റിങ്ങെന്ന് വരുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അപ്പം ഇനി അതൊന്നല്ല ഗൈസ്, നമ്മൾ വണ്ടി എടുത്ത് നമ്മളെ ഷെഡ് കാണിച്ചു തരാം. അപ്പോൾ ഷെഡ് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കെല്ലാം വണ്ടി എടുക്കാം ഗൈസ്, കാരണം ട്രാഫിക് അതാണ് ഇവിടെ മെയിൻ ഏരിയ. അപ്പോൾ ഇങ്ങനെ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ചെയ്യാൻ ഇപ്പോൾ പറയാം, നമ്മൾ ഷെഡിക്ക് വണ്ടി ഒന്ന് ഇറക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ, പറയാം കേട്ടോ. അപ്പം Z1 നമ്മൾ ഷെഡിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഷെഡിൽ നിന്ന് കൊണ്ടുപോയതാണ് നമ്മൾ Z1 നെറോട്ടോ നമ്മൾ ഷെഡിക്ക് ഇറക്കിയിരുന്നു. പിന്നെ ഇങ്ങനെ വണ്ടി ബീസ്റ്റാക്കണമെന്ന്, പിന്നെ അസ്ത്ര കാപ്പില ആ ബോഡി കിറ്റ് കയറ്റണം നമ്മളെ മിനി ബസ്സിനും പറയും ടോയ്സ്. അപ്പം ഇനി മുതൽ നമ്മളെ ഷെഡ് ചെയ്താണ് ടോയ്സ്, ഓൺലൈൻ ഷെഡിക്ക് കയറ്റാണ്ട് പോയതാണ് ടോയ്സ്. പിന്നെ ഇത് അറിയാം നമ്മളെ പനിയ മിനി ബസ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ആണ് ടോയ്സ്. ഈ ഒരു ചെറിയ സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സിന് വെക്കാനുള്ള പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ടോയ്സ്. അപ്പോൾ ഈ ഒരു വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെക്കണം, വലിയ സാധനമാണ് ടോയ്സ്. ഈ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ടോയ്സ്. അത്യാവശ്യം നല്ലതൊക്കെയാണ്. പാളിയത് എന്താണെന്ന് ചോദിച്ചാൽ സൈഡാണ് ടോയ്സ്. അത് പക്ഷെ ഓരോ വീഡിയോയിലെ മോഡിൻ്റെ ഇതിൽ അത് കാണിക്കില്ല ടോയ്സ്, എന്താണെന്ന് അറിയില്ല. നമുക്ക് വണ്ടീൻ്റെ ഫുൾ LED കാണിച്ചു തരാം ടോയ്സ്. ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഫുൾ വർക്ക്. ഒരു സംഭവം നോക്കിയാൽ വണ്ടിയുടെ ബോണറ്റ് ഓൺ ആക്കിയാലും പിന്നെ ആ LED വർക്ക് പോകുന്ന സംഭവമാണ് ടോയ്സ്. അപ്പോൾ ഇതൊന്നൊക്കെ നമുക്ക് ഈ വണ്ടി ഉള്ളിലേക്ക് ടോയ്സ്. പിന്നെ കൊമ്പൻ്റെ ഫീൽ കിട്ടും. പിന്നെ ഇത് നമുക്ക് മെല്ലെ ഒഴിവാക്കേണ്ട ടോയ്സ്, അതൊക്കെ സെറ്റപ്പ് ചെയ്താണ് ടോയ്സ് നമ്മളെ ടീം. അപ്പം ഇത് എത്രയുള്ള നമ്മളെ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് തന്ന സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഇപ്പം പറയാം. നമ്മൾ വണ്ടി ഒന്ന് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലുക്ക് കേസ്, ഒരു വേറെ ലുക്ക് തന്നെയാണ് ടോയ്സ്. അപ്പം നിങ്ങൾക്ക് തന്നെ സർപ്രൈസ് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് വണ്ടീൻ്റെ ഒരു ഭാഗവും. അപ്പോൾ ബാക്ക് സോണിക്കൊക്കെ കാണും, LED വർക്കൊക്കെ ബാക്കിലും ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ ചെൻഡ് ചെയ്യാൻ. പിന്നെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നല്ല ഗൈസ്, നമ്മളപ്പോൾ എല്ലാ ടീംസിനും നമ്മൾ ഫ്രീ യാത്ര കൊടുക്കുന്നുണ്ട്, ഫ്രീ ട്രിപ്പ് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രിപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യുക ഗൈസ്, അവർ നിരയുടെ പേരുകൾ കമൻറ്റ് ചെയ്തിടുക. അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടാണ് ഈ ട്രിപ്പ് കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഏത് ബസ്സിൽ പോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏരിയ ഞാൻ സർപ്രൈസ് ആയിരിക്കും ഏരിയ. അപ്പം ബസ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പം ഏത് മിനി ബസ് വേണോ, അല്ല നമ്മളെ ഈ ഒരു സോണിക്കോ അല്ലെങ്കിൽ നമ്മളെ നെറോട്ടോ ഏത് ബസ്സാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ട്രിപ്പ് നാളെയാണ്, അടുത്ത നാളെ
അടുത്ത ദിവസങ്ങൾ ഞാൻ ഇത്രയും ലെവലിൽ എത്താൻ കാരണങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇത്രയും വലിയ ലെവലിലെത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയില്ലേ ഈ ഒരു കാര്യത്തിന്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ. Look, you feeling like a king already. Para vetti, pilicani.